പച്ച കുറച്ചേ ചമ്മന്തി അരയ്ക്കാം നമുക്ക്. ബക്കറ്റിലിട്ട് ഇന്ന് നാടൻ കറികൾ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ചമ്മന്തി അരയ്ക്കും. ഒരെണ്ണം പോരെ? പഴമാണോ? എന്തൊക്കെ കഴിച്ചു? ചക്കപ്പഴം കഴിച്ചു, മാങ്ങാപ്പഴം കഴിച്ചു. പാഷൻ ഫ്രൂട്ടിൻ്റെ കളർ കണ്ടോ? ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് എന്താകും അവസ്ഥ എന്നറിയില്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ കഴിക്കാതിരിക്കും? നല്ല കളറ്. മധുരം ഉണ്ടാവും. ഭയങ്കര മധുരം. ഒരെണ്ണോട് നോക്കാം. കിട്ടിയല്ല, ഭാഗ്യമുണ്ടേ കിട്ടും, ഭാഗ്യമില്ലേക്ക് അത് ഞാൻ തന്നെ കഴിക്കട്ടെ. കൊതിയായോ? കൊതിയായി. പാഷൻ ഫ്രൂട്ടും കൊണ്ട് ചമ്മന്തി അരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ മൂപ്പ് ഇതാണ്. ഈ പരുവത്തിലെടുക്കണം കേട്ടോ. ഇതിലും പിഞ്ചായ കൊള്ളിയയില്ല, ഇതിലും പഴുത്ത് പോയാലും കൊള്ളില്ല. ഇത് നല്ല പുളിയാണ് ഇതിന്. ഇത് ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് വെച്ച് ചമ്മന്തി അരച്ച് കൂട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കണ്ടോ? ഇതിലും പഴുത്ത കൊള്ളുകയില്ല, അന്നേരം മധുരരസമായിരിക്കുമേ. ഇത് നല്ല പുളിയായിട്ടുണ്ട്. ഈ സാധനങ്ങൾക്ക് തേങ്ങയ്ക്കും മുളകിനും ഒക്കെ ആവശ്യത്തിനുള്ള പുളി ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ വെള്ളം കളയാണ്ട് എടുത്ത് ഇതിൻ്റെ ഈ തൊളി കളയണം. ഇതിനൊരു കയ്പുണ്ടേ. ഇതിൻ്റെ അരി തന്നെ നമുക്കിങ്ങനെ എടുക്കണം. എന്നിട്ട് തേങ്ങയും ഉപ്പും മുളകും പിന്നെ കറിവേപ്പില, ഞാനൊരു കുഞ്ഞു പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ? പഴമല്ല, പച്ചയാണ്. ഇത് കളഞ്ഞിട്ട് ഈ കുഞ്ഞു പോലത്തെ ഇത് കളയുന്ന നല്ലത്. ഇതിനൊരു കയ്പ്പ് രസമുണ്ടേ. എന്നിട്ട് നമ്മൾ അരച്ചാൽ മതി. നല്ല ഒന്നാന്തരം ചമ്മന്തിയാണ് കേട്ടോ. ഇത് അറിയത്തില്ലാത്തവരൊക്കെ ഒന്ന് അരച്ച് നോക്കുക.